പ്രവാചകനെ തൊട്ട് കഴിഞ്ഞാൽ തല വെട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഭീഷണി ഉള്ളത് കൊണ്ട് ഇത് വല്ലാത്തൊരു ഭീഷണിയാണെന്ന് കോടതി തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. അലഹബാദ് ഹൈക്കോടതി കേരളത്തിൽ കൈവെട്ടിയ ചരിത്രമുണ്ട്, ബംഗ്ലാദേശിൽ ഇതാ കത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കോടതി തലവെട്ടിയ ചരിത്രമുണ്ട്. ഇപ്പോൾ ബംഗ്ലാദേശിൽ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. പക്ഷേ കോടതി പറഞ്ഞിരിക്കുന്നു ഇത് നമ്മുടെ നിയമത്തിന് മേലുള്ള, ഇന്ത്യയുടെ പരമാധികാരത്തിന് മേലുള്ള വെല്ലുവിളിയാണ്. തീർച്ചയായിട്ടും അതെ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ ബ്ലാസ്ഫമി എന്ന് പറഞ്ഞാൽ ദൈവനിന്ദ ഇസ്ലാമിൽ കുറ്റകരമാണ്. കുറ്റം എന്താണ് ശിക്ഷ എന്ന് ചോദിച്ചാൽ വധശിക്ഷയാണ് ദൈവനിന്ദയ്ക്കുള്ളത്. അതുപോലെ തന്നെയാണ് അവർ പ്രവാചക നിന്ദയെക്കുറിച്ചും പറയുന്നത്. പക്ഷേ പ്രവാചക നിന്ദ ദൈവനിന്ദയാണ് എന്ന് നേരിട്ട് ഖുറാനിൽ പറയുന്നില്ല. പക്ഷേ അത് വ്യാഖ്യാനിച്ചെത്തിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖുറാൻ ദൈവവചനമായതുകൊണ്ട് അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് നബിയാണ് എന്ന് പറയുകയും നബി മുഹമ്മദാണ് ഇത് മുഴുവൻ നിങ്ങൾക്ക് വെളിവാക്കി തന്നത് എന്ന് പറയുകയും ചെയ്യുമ്പോൾ പ്രവാചകനെ ധിക്കരിച്ചാൽ അത് ദൈവത്തെ ധിക്കരിക്കലാകും എന്ന ന്യായം പറഞ്ഞുകൊണ്ടാണ് തലവെട്ടാൻ ഉത്തരവിടുന്നത്. ഒരുപാട് പേരുടെ തല അതിൻ്റെ പേരിൽ വെട്ടപ്പെട്ടിട്ടുണ്ട്. പ്രവാചകനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രവാചകനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രക്ഷോഭങ്ങൾ നയിക്കുന്ന രീതി ഇന്ത്യയിലുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ, സാമൂഹിക മാധ്യമങ്ങൾ വികസിച്ചതോടുകൂടി ആ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രവാചകനെക്കുറിച്ച് നിരന്തരമായ വിമർശനങ്ങൾ വന്നതോടുകൂടി പ്രവാചകൻ വിമർശനത്തിന് അതീതനല്ല എന്ന ഒരു പൊതുബോധം രൂപപ്പെട്ട് വരുന്നുണ്ട്. ആ പൊതുബോധത്തെ ഇസ്ലാമിക ജനവിഭാഗങ്ങളിൽപ്പെട്ടവർ, വിശേഷിച്ചും തീവ്ര ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള വിഭാഗങ്ങൾ എതിർക്കുകയും ചെയ്യും. അവർ പറയുന്നത് പ്രവാചകൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അവസാനത്തെ പ്രവാചകൻ, ഇനി പ്രവാചകനേ വരില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളിലെല്ലാം നമ്മൾ ദൈവത്തെ കാണുന്നു, അതിലൂടെയാണ് ദൈവത്തെ കാണുന്നത്. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ നമ്മൾ വിമർശിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതെവിടെ ചെന്ന് അവസാനിക്കും? അതാണ് ചോദ്യം. അത് ദൈവനിന്ദ തന്നെ ആയിട്ടാണ് അവർ കാണുക. ദൈവനിന്ദയാണെന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ തലവെട്ടാം. ആർക്ക് തലവെട്ടാം? ഏത് മുസ്ലിമിനും തലവെട്ടാം. എന്താ കാരണം? കാരണം ദൈവനിന്ദയെ അവിടെ വെച്ച് തന്നെ പരാജയപ്പെടുത്താനുള്ള എല്ലാ അധികാരവും ദൈവം മുസ്ലിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രവാചക നിന്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവരെല്ലാം ഹാലിളകി പെരുവഴിയിൽ ഇറങ്ങിയിട്ട് എല്ലാ നാശനഷ്ടങ്ങളും വരുത്തും. ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളെല്ലാം അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യും. ഇവിടെ അവർ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളായിട്ടാണ് പറന്ന് നടക്കുന്നത്. പക്ഷേ തൊട്ടടുത്തുള്ള കാശ്മീരിൽ അതല്ല, തൊട്ടടുത്തുള്ള ബംഗ്ലാദേശിൽ അതല്ല, വേറെ എവിടെയും അതല്ല. എന്തിനേറെ പറയുന്നു, പല ഇസ്ലാമിക രാജ്യങ്ങളും ഇവരുടെ തീവ്രവാദത്തിൻ്റെ ശക്തി കാരണം ഇവരങ്ങോട്ട് കയറ്റില്ല. ഇപ്പം 56,000 പേരെ മറ്റോ ഒറ്റയടിക്ക് ഇവിടെ നിന്ന് എന്താണ് സൗദി അറേബ്യയിൽ നിന്ന് പാകിസ്ഥാനികളെ പുറത്താക്കിയെന്ന് കൊണ്ടൊരു വാർത്തയുണ്ട്. അവരെല്ലാം തന്നെ ഇതിനു വേണ്ടി അവിടെ പോയിരുന്നവരാണ്. കാരണം ഇസ്ലാമിനെ സംരക്ഷിക്കാൻ വേണ്ടി അവിടെ പോവുകയും അവിടെ നിന്ന് ഭിക്ഷയെടുക്കുകയും അങ്ങനെ കാശുണ്ടാക്കുകയും ചെയ്യുന്നു എന്നറിഞ്ഞതിനെ തുടർന്നാണ് സൗദി അറേബ്യയിൽ നിന്ന് ഇവരെ ഇത്രയും പേരെ ഒരുമിച്ച് പുറത്താക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തത്. അപ്പോൾ ഈ കുറ്റകൃത്യം നടക്കുന്നത് എവിടെയാണ്? ഇതിപ്പോൾ അലഹബാദ് ഹൈക്കോടതി ഇതിന് 2 പേരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴാണ് ഇത് പറഞ്ഞത്. അതിലൊന്ന് തൗബീർ ദാസ് തൗബീർ റാസ. 2 നദീം ഖാൻ. ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ പ്രവാചക നിന്ദ വന്നു എന്നുള്ളതിൻ്റെ പേരിൽ ഇസ്ലാമിക മൈതാനത്ത് തടിച്ചു കൂടിയിട്ട് അവിടെ നിരോധനാജ്ഞ ഉണ്ടായിരുന്നു. ആ നിരോധനാജ്ഞ ലംഘിച്ചുകൊണ്ട് അവിടെ തടിച്ചുകൂടി വലിയ രീതിയിലുള്ള അക്രമം നടത്തുകയും പോലീസിനെ ആക്രമിക്കുകയും പോലീസിൻ്റെ ആയുധങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. 170 പേരുടെ പേരിലാണ് കേസുള്ളത്. 100 പേരോളം അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബാക്കി 70 പേര് ഇപ്പോൾ ജാമ്യം കിട്ടാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ജാമ്യത്തിന് ചെന്നപ്പോഴാണ് അലഹബാദ് ഹൈക്കോടതി ഒരു കാര്യം പറഞ്ഞത്.
ഇങ്ങനെ ദൈവനിന്ദ കുറ്റകരമല്ലാത്തൊരു രാജ്യമാണ് നമ്മുടേത്. അതുകൊണ്ടാണ് യുക്തിവാദികളുള്ളത്. ഇവിടെ ഒരു പ്രശ്നമില്ല, ദൈവത്തെ ചീത്ത വിളിക്കാൻ ആർക്കും ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ദൈവനിന്ദ കുറ്റകരമല്ലാത്തൊരു രാജ്യം, നമ്മുടെ നിയമം അനുസരിച്ച് കുറ്റകരമല്ലാത്തൊരു രാജ്യത്ത് ദൈവനിന്ദയുടെ പേരിൽ ആളുകളുടെ തലവെട്ടും എന്ന് പറയുന്നത് നമ്മുടെ നിയമത്തെയും ഭരണഘടനയെയും വെല്ലുവിളിക്കുകയാണ്. നിയമത്തെയും ഭരണഘടനയെയും വെല്ലുവിളിക്കുന്നവർ രാജ്യത്തിൻ്റെ ഐക്യത്തിനും ഏകതയ്ക്കും എതിരെ പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് അത് അനുവദിക്കാൻ നിവൃത്തിയില്ല എന്നാണ് അലഹബാദ് ഹൈക്കോടതി പറഞ്ഞത്. ഇത് ഇവിടെയുണ്ട്, ഇവിടെയും ഇടക്കിടക്ക് വരും. നബിയെ പരിഹസിച്ചു, നബിയെ വിമർശിച്ചു. നബി വിമർശിക്കപ്പെടണമല്ലോ, നബി ദൈവമല്ലല്ലോ. നബി ദൈവമാണെന്ന് നബിയും പറഞ്ഞിട്ടില്ല. ദൈവമാണെങ്കിൽ അദ്ദേഹം മരിക്കില്ലല്ലോ. ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നത് ദൈവത്തിൻ്റെ സ്വഭാവം അല്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നബി ജനിക്കുകയും ചെയ്ത് മരിക്കുകയും ചെയ്ത് 12 പെണ്ണും കെട്ടി അതിലൊക്കെ മക്കളുമുണ്ട്, അതിൻ്റെ വംശപരമ്പരകളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നബിയെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ വിമർശിക്കുന്നത് അത്രയേ വിമർശനമുള്ളൂ. നബിയുടെ ഈ വിവാഹ ജീവിതത്തെക്കുറിച്ചൊക്കെ തന്നെ ഇപ്പോൾ രൂക്ഷമായ വിമർശനങ്ങൾ സാമൂഹ്യ മാധ്യമത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ ശരിയായിട്ടുള്ള രീതിയിലായിരുന്നില്ല എന്നും ഇദ്ദേഹത്തിൻ്റെ പല അരുളപ്പാടുകളും ദൈവത്തിനും മതത്തിനും മാത്രമല്ല മനുഷ്യ സമൂഹത്തിന് തന്നെ യോജിച്ചതല്ല എന്നൊക്കെ വിമർശനം വരുന്നുണ്ട്. അപ്പോൾ ആ വിമർശനം ഇദ്ദേഹത്തിനെതിരെ വരുമ്പോൾ പ്രവാചകനെ വിമർശിച്ചു എന്നതിൻ്റെ പേരിൽ തലവെട്ടാൻ ഇരുന്നു കഴിഞ്ഞാൽ ആരുടെയൊക്കെ തലവെട്ടേണ്ടി വരുമെന്നൊരു ചോദ്യമില്ലേ? അതൊരു ജനാധിപത്യ സംസ്കാരത്തിന് യോജിക്കുന്നതല്ലല്ലോ, ഒരു മതേതര സംസ്കാരത്തിനും യോജിക്കുന്നതല്ല. മതേതരം എന്ന് പറയുമ്പോൾ അതിൽ മതത്തെ നിരാകരിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് കൂടി ഇടമുള്ളതാണ് ആ മതേതര സംസ്കാരം. അതാണ് മതേതരത്വം എന്ന് പറയുന്നത്. മതത്തിനൊപ്പിച്ച് മാത്രമല്ല, മതത്തിന് വിരുദ്ധമായിട്ട് മതത്തിൽ നിന്നും അകന്നു മാറി ജീവിക്കുന്നവർക്കും സ്പേസ് ഉള്ളതാണ് മതേതരത്വം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംസ്കാരം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് മതാധിപത്യത്തിൻ്റെ പ്രവണത വളർത്താനും പടർത്താനും സ്ഥാപിക്കാനുമാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാനോ അതിനനുസരിച്ചിട്ട് അവരെ പെർമിറ്റ് ചെയ്യാനോ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അതൊരു തീർത്തും ന്യായമായൊരു കാര്യമാണ്. കോടതിക്ക് അങ്ങനെയല്ലേ പറയാൻ കഴിയുള്ളൂ. അല്ലാതെ ഇവർ നിങ്ങൾ പോയി തലവെട്ടിക്കുമെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ ഉള്ള ഒരുത്തന് ജാമ്യം കൊടുത്ത് പുറത്തിറക്കാൻ പറ്റുമോ? പ്രവാചകന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വിമർശിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രവാചക വിമർശനം എന്ന് പറഞ്ഞ ഒരു സ്വാഭാവിക ക്രിയയായി ചുരുങ്ങിയ പക്ഷം സാമൂഹിക മാധ്യമങ്ങളിലെങ്കിലും മാറിയിട്ടുണ്ട്. അതെ, അങ്ങനെ പ്രവാചകനെ ഒരു മനുഷ്യനെന്ന നിലക്ക് ജീവിച്ചിരുന്ന ഒരു മനുഷ്യന് ഇന്ന് ജീവിച്ചിരുന്ന എനിക്ക് വിമർശിക്കാൻ അധികാരമുണ്ടല്ലോ. ആ വിമർശനം അംഗീകരിക്കില്ല, അത് ഞങ്ങൾ ദൈവനിന്ദയായി കരുതി നിൻ്റെ തലയെടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളരിക്കാപട്ടണം അല്ല സാർ, ഇത് ഇന്ത്യയാണെന്ന് പറയേണ്ടി വരില്ലേ? അതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ രാജ്യം വളരെ അപായകരമായ ഒരവസ്ഥയിലേക്കാണ് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പോകുന്നത്. കാരണം ഇസ്ലാമിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു വിഭാഗം വരികയും അവർ അവരുടെ മതസങ്കല്പങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുകയാണ്. നിങ്ങളായിക്കോ, പക്ഷേ നിങ്ങൾ ജീവിക്കുന്ന രീതിയിൽ ഞാൻ ജീവിക്കണമെന്ന് പറയുന്നത് എന്തിനാണ്? നിങ്ങൾ നിങ്ങളുടെ ജീവിതം നയിച്ചോന്ന് എനിക്കൊരു വിരോധമില്ല. നിങ്ങൾ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോളൂ, എനിക്കൊരു വിരോധമില്ല. പക്ഷേ നിങ്ങളുടെ ജീവിതം ഞാൻ ജീവിക്കണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താർത്ഥത്തിലാണ്? എനിക്കതിൻ്റെ കാര്യമില്ലല്ലോ. ഞാൻ ഈ പ്രവാചകനെ അംഗീകരിക്കുന്നില്ല, ഖുറാനെ അംഗീകരിക്കുന്നില്ല. എനിക്ക് പ്രവാചകനെയും ഖുറാനെയും അംഗീകരിക്കാതെ ജീവിക്കാമല്ലോ. എന്ന് മാത്രമല്ല, ഖുറാനല്ല ലോകത്തിലുള്ള ഏത് മതഗ്രന്ഥം പറഞ്ഞാലും വഴിയിൽ വെച്ച് നിങ്ങൾ കണ്ടുമുട്ടുന്ന ക്രിസ്ത്യാനിയെയും ജൂതനെയും അവിടെ വെച്ച് അപ്പം കൊല്ലണമെന്ന് ഏത് മതഗ്രന്ഥം പറഞ്ഞാലും അത് തെറ്റാണ് എന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല. ഒരു മതഗ്രന്ഥത്തിനും അതിനുള്ള അധികാരമില്ല, അവകാശമില്ല. കാരണം ഏത് മതഗ്രന്ഥമായാലും ആ മതഗ്രന്ഥം മനുഷ്യനെ ജീവിക്കാൻ അനുവദിക്കുന്നതുമാണ്. ജീവിക്കലും ജീവിക്കാൻ അനുവദിക്കലുമായിരിക്കണം അതിൻ്റെയൊക്കെ ലക്ഷ്യം. അല്ലാതെ എന്നോട് വിയോജിക്കുന്ന ഒരുത്തനെ വകവരുത്തണം എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്ത്യാനിയും ജൂതനും മുസ്ലിങ്ങളോട് വിയോജിക്കുന്നുണ്ടാകും, ഹിന്ദുക്കളോട് പിന്നെ വിയോജിപ്പേ ഉള്ളൂ.
അതുകൊണ്ട് ഇവരെല്ലാവരും ഇവർ ബിംബാരാധകരാണ്, ഇവർ ദൈവത്തെ വെല്ലുവിളിക്കുന്നവരാണ്, ഇവരെ കൊല്ലണമെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും? അമ്പലത്തിൽ പോകുന്ന എല്ലാ ഹിന്ദുക്കളെയും കൊല്ലേണ്ടി വരില്ലേ? പള്ളിയിൽ പോകുന്ന ക്രിസ്ത്യാനികളെ മുഴുവൻ കൊല്ലേണ്ടി വരില്ലേ? കാരണം അവിടെ ബിംബത്തെ ആരാധിക്കുന്നില്ലേ? ബിംബാരാധകരെ മുഴുവൻ കൊല്ലാൻ ആര് പറഞ്ഞിട്ടുണ്ട്? അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ അല്ലാഹു അങ്ങനെ പറഞ്ഞെങ്കിൽ നിങ്ങൾ വിശ്വസിച്ച് ഞങ്ങൾക്ക് അതിനകത്ത് വിശ്വാസമില്ല എന്ന് പറയാനുള്ള അവകാശം നമുക്കുണ്ട്. അതില്ല എന്നാണ് ഇസ്ലാമിസ്റ്റുകൾ പറയുന്നത്. അത് നമ്മുടെ ഭരണഘടനയ്ക്കും നമ്മുടെ നിലവിലുള്ള നിയമത്തിനും എതിരാണ്. അതാണ് അലഹബാദ് ഹൈക്കോടതിയുടെ ഈ വിധിന്യായത്തിൻ്റെ സാരാംശം.